ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. 89ാമത്തെ ദശകം നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നു നമുക്ക് 90ാമത്തെ ദശകം ആരംഭിക്കാം. ശ്രീമന്നാരായണീയം ദശകം 90 വിഷ്ണു മഹത്വ സ്ഥാപനം. ശ്ലോകങ്ങൾ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. ശ്ലോകം 1. വൃഗഭൃഗുമുനിമോഹിന്യംബരീഷാദിവൃത്തേഷ്വയി തവ ഹി മഹത്വം സർവസർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവപാദം തദ്ധിരൂപം തവൈവ. അർത്ഥം: ഐ പരമാത്മൻ, അല്ലയോ പരമാത്മാവായിട്ടുള്ളവനെ, വൃഗഭൃഗുമുനി മോഹിന്യംബരീഷാദി വൃത്തേഷു, വൃകാസുരൻ, ഭൃഗുമുനി, മോഹിനി, അംബരീഷൻ തുടങ്ങിയവരുടെ ചരിതങ്ങളിൽ തവ അങ്ങയുടെ മഹത്വം, വലിപ്പം, സർവസർവാദിജൈത്രം ശിവൻ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതാണെന്ന് ഇഹ ഇവിടെ ഈ ലോകത്തിൽ സ്ഥിതം ഹി സ്ഥാപിക്കപ്പെട്ട സത്യമാണല്ലോ. നിഷ്കളാർവാകഭിന്നം ബ്രഹ്മത്തിലും ത്രിമൂർത്തികളിലും നിന്ന് ഭിന്നമായിട്ടല്ലാത്തതും കിമപി യത് ഇന്നതെന്ന് പറയാൻ വയ്യാതെയിരിക്കുന്നതുമായ യാതൊന്ന് അവഭാത് ശോഭിക്കുന്നുവോ തദ്രൂപം ആ രൂപം തവ ഏവ ഹി അങ്ങയുടേതു തന്നെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. വൃഗ, ഭൃഗു, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മുനി, മോഹിന്യംബരീഷാദി വൃത്തേഷു ഐ തവ ഹി മഹത്വം സർവ സർവാദി ജൈത്രം സ്ഥിതം. സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഇഹ പരമാത്മൻ നിഷ്കളാർവാക് അഭിന്നം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കിമപി യത് അവഭാതം. ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. തത് ഹി രൂപം തവൈവ. വൃഗഭൃഗുമുനിമോഹിന്യംബരീഷാദിവൃത്തേഷ്വയി തവ ഹി മഹത്വം സർവസർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാകഭിന്നം കിമപി യദവപാദം തദ്ധിരൂപം തവൈവ. രണ്ടാമത്തെ ശ്ലോകം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. അർത്ഥം: മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈശ്വരൻ, സദാശിവൻ എന്നിങ്ങനെ 5 തത്വങ്ങൾ. യത് യാതൊന്നിനെ, പ്രാഹു പറയുന്നു, അസ്മിൻ ഈ 5-ൽ, സദാശിവ സദാശിവൻ, പരാത്മവപു പരമാത്മരൂപമായിരിക്കുന്ന, ത്വം ഏവ അങ്ങു തന്നെ, തത്ര ആ പഞ്ചകത്തിൽ, ഈശ്വര തു 4ാം തത്വമായ ഈശ്വരനാകട്ടെ, വികുണ്ഠപദ വൈകുണ്ഠത്തിൽ വസിക്കുന്ന, സ ത്വമേവ അങ്ങു തന്നെയാണ്, പുനഃ വീണ്ടും, ത്രിഭാഗേ 3 ഭാഗങ്ങളോടു കൂടിയ, സത്യപദേ സത്യലോകത്തിൽ, ത്രിത്വം 3 എന്ന മൂർത്തിത്രയാവസ്ഥയെ, ഭജസി അങ്ങ് ഭജിക്കുന്നു, പ്രാപിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. മൂർത്തി ത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു അവിടെ വിസർഗം പരാത്മ വപുർ ഏവ സദാശിവോസ്മിൻ സദാശിവ അസ്മിൻ അത് ചേർത്തിട്ടാണ് സദാശിവോസ്മിൻ തത്രേശ്വര സ്തു സ വികുണ്ഠപദ
ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ത്വമേവ ത്രിത്വം പുനർ ഭജസി, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. സത്യപദേ ത്രിഭാഗേ, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. മൂന്നാമത്തെ ശ്ലോകം. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർധാദാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാദികം ച തവ ശങ്കരനാംനി മൂർത്തൗ. അർത്ഥം. തത്ര അപി അവരിൽ വെച്ച് തവ അങ്ങയുടെ സാത്വിക തനും സത്വഗുണപ്രധാനമായ തനുവിനെ വിഷ്ണു എന്ന് ആഹു പറഞ്ഞു വരുന്നു. ധാതാ തു ബ്രഹ്മാവാകട്ടെ സത്വവിരള സത്വഗുണം അല്പം കുറയുന്നവനും രജസ ഏവ രജോഗുണത്താൽ തന്നെ പൂർണ്ണനും ആകുന്നു. തവ അവിടുത്തെ ശങ്കരനാംനി ശങ്കരൻ എന്നു പേരായ മൂർത്തൗ ശരീരത്തിൽ സത്വോത്കടത്വം അപി കൂടുതൽ സത്വഗുണവും തമോ വികാരചേഷ്ടാധികം തമോ ഗുണപ്രവൃത്തിയും അസ്തി ഭവിക്കുന്നു അല്ലെങ്കിൽ ഉണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തത്രാപി സാത്വിക തനും തവ വിഷ്ണും ആഹുർ ധാത. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തു സത്വവിരളോ രജസൈവ പൂർണ്ണ അവിടെ വിസർഗം. സത്വോത്കടത്വം അപി ചാസ്തി തമോ വികാരചേഷ്ടാധികം ച തവ ശങ്കര നാംനി മൂർത്തൗ. തത്രാപി സാത്വികതനും തവ വിഷ്ണുമാഹുർധാദാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വമപി ചാസ്തി തമോ വികാരചേഷ്ടാധികം ച തവ ശങ്കരനാംനി മൂർത്തൗ. നാലാമത്തെ ശ്ലോകം. തം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാപി ഖലു സർവമയത്വഹേതോഃ ശംസന്ത്യുപാസനവിധൗ തദപി സ്വതസ്തു ത്വദ്രൂപമിത്യതിദൃഢം ബഹുനഃ പ്രമാണം. അർത്ഥം. ത്രിമൂർത്യധിഗതം മൂന്ന് മൂർത്തികൾക്കും അതീതനും പരപൂരുഷം പരമപുരുഷനുമായ തം ആ ത്വാം ച അങ്ങയെയും സർവമയത്വഹേതോ സർവദേവരൂപനാക എന്ന കാരണം കൊണ്ട് സർവാത്മന അപി ശിവരൂപനായും ഉപാസന വിധൗ ഉപാസിക്കുമ്പോൾ ശംസന്തി ഖലു പറയുന്നുവോ തദപി അതും സ്വത തു സ്വാഭാവികമായി തന്നെ ത്വദ്രൂപം ഇതി അങ്ങയുടെ രൂപമെന്നുള്ളതിന് ന ഞങ്ങൾക്ക് അതിദൃഢം വളരെ ഉറച്ച പ്രമാണങ്ങൾ ബഹു വളരെയുണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാപി ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സർവമയത്വ ഹേതോ അവിടെ വിസർഗം. ശംസന്ത്യുപാസന വിധൗ ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തദപി സ്വതസ്തു ത്വദ്രൂപം ഇതി അതിരൂഢം ഠം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ബഹു ന പ്രമാണം. തം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാപി ഖലു സർവമയത്വഹേതോഃ ശംസന്ത്യുപാസനവിധൗ തദപി സ്വതസ്തു ത്വദ്രൂപമിത്യതിരൂഢം ബഹുനഃ പ്രമാണം. അടുത്തത് അഞ്ചാമത്തെ ശ്ലോകം. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മാനയതി യോ നഹി പക്ഷപാതി ത്വന്നിഷ്ഠമേവ സഹി നാമ സഹസ്രകാദിവ്യാഖ്യാത് ഭവത്സ്തുതി പരശ്ചത് ഗതിം ഗതോന്തേ. യാതൊരുവനാണോ
പക്ഷപാതീ നഹി, ഒരു ദേവനോടും പക്ഷപാതമില്ലാതിരിക്കുന്നത്. ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാൻ. ശ്രീശങ്കര അപി, ശ്രീശങ്കരൻ പോലും. സകലേഷു താവത്, സഗുണമൂർത്തികളിൽ വെച്ച്. ത്വാം ഏവ, അങ്ങയെ തന്നെ. മാനയതി, ബഹുമാനിക്കുന്നു. സ, ആ ആചാര്യൻ. നാമസഹസ്രകാദി, സഹസ്രനാമം തുടങ്ങിയവയെ. ത്വന്നിഷ്ഠം ഏവ, അങ്ങയെക്കുറിച്ചു തന്നെ. വ്യാഖ്യാത് ഹി, വ്യാഖ്യാനിച്ചു. ഭവത് സ്തുതിപരം, അങ്ങയെ സ്തുതിക്കുന്നതിൽ തത്പരനായി. അന്തേ, ഒടുവിൽ. ഗതിം, മോക്ഷത്തെ. ഗത ച, പ്രാപിക്കുകയും ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ശ്രീ ശങ്കര അപി ചേർത്തിട്ട് ശ്രീശങ്കരോപി. ഭഗവാൻ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സകളേഷു താവത് ത്വാം ഏവ മാനയതി യോ നഹി പക്ഷപാതി. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വന്നിഷ്ഠം, ഷ്ഠം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഏവ സ ഹി നാമ സഹസ്രകാദി വ്യാഖ്യാത്. ഖ്യ അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭവത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. സ്തുതി പരം. ച ഗതിം, ഗത അന്തേ ചേർത്ത് ചൊല്ലുമ്പോൾ ഗതോന്തേ. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മാനയതി യോ നഹി പക്ഷപാതി. ത്വന്നിഷ്ഠമേവ സഹി നാമ സഹസ്രകാദി വ്യാഖ്യാത്. ഭവത് സ്തുതിപരശ്ചത് ഗതിം ഗതോന്തേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.